സാമ്പത്തിക നയങ്ങൾ BJP കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളുടെ ചൂട് പിടിച്ചാണ് ചെയ്യുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു, അവകാശവാദം ഉന്നയിക്കുന്നു. അതുകൊണ്ട് ഈ നയത്തിൽ മാറ്റം വരണം. നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങളിലേക്ക് മടങ്ങിപ്പോകണം. അതുപോലെ തന്നെയാണ് മതേതരത്വം സംബന്ധിച്ച നിലപാട്. മതേതരത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാർഡിനൽ പ്രിൻസിപ്പിളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ് മതേതരത്വം. ആ മതേതര മൂല്യങ്ങൾ വെള്ളം ചേർക്കപ്പെടുന്നു. നമുക്കറിയാം, പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോ പല സ്റ്റേറ്റുകളിലും മൃദു ഹിന്ദുത്വവുമായി മുന്നോട്ട് പോയി. അവിടെ പോയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുകയാണുണ്ടായത്. ഒരു കാര്യം വളരെ ശരിയാണ്, BJP വെച്ചു പുലർത്തുന്ന തീവ്ര വർഗീയത, തീവ്ര ഹിന്ദുത്വ വികാരം, അതിനെ മൃദു ഹിന്ദുത്വ വികാരം കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. ഹിന്ദുത്വ വികാരമുള്ളവർ തീവ്ര വികാരത്തിന്റെ കൂടെയാണ് പോകുക, മൃദു വികാരത്തിന്റെ കൂടെയല്ല പോകുക. ഈ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് ഞാൻ 2020-ലും 2021-ലും അയച്ച കത്ത്, ചിന്തൻ ശിബിരിൽ കോൺഗ്രസിന്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അയച്ച കത്ത്, 2022-ൽ അയച്ച കത്ത്. ആ കത്തിൽ ഇതെല്ലാം പഴയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്ത് കൂടി കവർ ചെയ്തുകൊണ്ടാണ്, അത് ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് ഞാൻ അയച്ചത്. ഞാൻ പറഞ്ഞു, ഹാർഡ് ഹിന്ദുത്വ കനോട്ട് ബി കൗണ്ടേഡ് ബൈ സോഫ്റ്റ് ഹിന്ദുത്വ. അതുകൊണ്ട് നമ്മൾ പഴയ ജവഹർലാൽ നെഹ്റുവിന്റെ മതേതര മൂല്യങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ മതേതര മൂല്യങ്ങൾ, അതിലേക്ക് മടങ്ങിപ്പോകണം എന്ന് കൃത്യമായി അഭിപ്രായപ്പെട്ടുകൊണ്ടുള്ള കത്താണ് സോണിയാഗാന്ധിക്ക് പകർപ്പ് രാഹുൽ ഗാന്ധിക്ക് വെച്ചുകൊണ്ട് അയച്ചു കൊടുത്തത്. സോണിയാഗാന്ധിയുടെ മറുപടി എനിക്ക് വന്നു, ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാമെന്ന് അവിടെ എനിക്ക് അയച്ച കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നലെ യോഗത്തിൽ വായിച്ചത്. കാരണം ഈ രാമക്ഷേത്രം സംബന്ധിച്ചുള്ള ഇപ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് പറയുന്നതല്ല. എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, കോൺഗ്രസിന് ദോഷകരമാണ് എന്ന് വർഷങ്ങളായി ഞാൻ വിലയിരുത്തിയിട്ടുള്ള ആ തെറ്റായ നയങ്ങൾ, ആ മൃദു ഹിന്ദുത്വം, അതിന് മാറ്റം വരുത്തണം, അതിന് അവസാനം കുറിക്കണം. നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും മതേതര മൂല്യങ്ങളിലേക്ക് അത് ഉയർത്തിപ്പിടിക്കണം, അതിലേക്ക് മടങ്ങണം എന്ന് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അവിടെയാണ് രാമക്ഷേത്രം സംബന്ധിച്ചുള്ള പുതിയ വിഷയം വരുന്നത്.